നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെ നമ്മുടെ മുഖത്തിനെ ഗ്ലോയോടുകൂടിയും തിളക്കത്തോടുകൂടി ഇരുത്തുക എന്നുള്ളത് നോക്കാം. അതിന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോഴുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള പാടുകളും പിഗ്മെൻറ്റേഷനും ഒക്കെ നല്ലപോലെ മാറ്റാൻ, നല്ല മുഖം ഒന്ന് ക്ലിയർ ആക്കാൻ നല്ലപോലെ സഹായിക്കും. നല്ലപോലെ വെളുക്കാൻ, നല്ല ഗ്ലോയോടുകൂടി മുഖം എന്നും ഇരിക്കാൻ വേണ്ടി സഹായിക്കണം രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ട്. എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കി. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതാണ്. ഇത് ഓറഞ്ച് പീൽ പൗഡർ ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചതാണ്. ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയതിന് ശേഷം മിക്സിയിലിട്ടടിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ അരിപ്പൊടിയാണ്. അരിപ്പൊടി നമുക്ക് അതേ അളവിൽ 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും ഓരോ സ്പൂൺ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അരശ സ്പൂണാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക. ഞാനിപ്പോൾ കഴുത്തിലേക്കും മുഖത്തേക്കും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യുക. അരിപ്പൊടി സ്കിൻ വൈറ്റനിങ്ങിന് നല്ലപോലെ സഹായിക്കുന്നതാണ്. ഓറഞ്ച് പീൽ പൗഡർ നമ്മുടെ മുഖത്തുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും മുഖക്കുരു വന്ന പാടുകളൊക്കെ കുറയ്ക്കാൻ നല്ലപോലെ സഹായിക്കും. അതുപോലെ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഓറഞ്ച് പീൽ പൗഡറിൽ. അപ്പോൾ നമ്മുടെ സ്കിന്നിലത്തെ ഈ പിഗ്മെൻറ്റേഷനും പാടുകളൊക്കെ മാറ്റുകയും ചെയ്യും. മുഖത്തിന് നല്ല കളർ കൊണ്ടുവരാനും ഇത് സഹായിക്കും. തൈര് വെച്ചോ പാൽ വെച്ചോ നിങ്ങൾക്കിത് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ തൈര് വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. നല്ല പുളിച്ച തൈര് വെച്ച് മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു മുഖത്തുള്ള ടാനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനും മുഖം നല്ലപോലെ വെളുക്കാനും സഹായിക്കും. തൈര് വെച്ചിട്ട് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. തൈര് പറ്റാത്തവർക്ക് റോസ് വാട്ടറോ പാലോ ഉപയോഗിക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ പൊട്ടറ്റോയുടെ ജ്യൂസ്, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് അത് ഒഴിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറും. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നമ്മളെ സഹായിക്കുന്നത് എന്തിനാണ്, നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും അതുപോലെ തന്നെ മുഖം നല്ല വെളുക്കാനും സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ്. ഉരുളക്കിഴങ്ങ് അടിച്ച് ചേർക്ക്, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ജ്യൂസ് എടുത്തിട്ടോ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ തൈരാണ് ഉപയോഗിക്കുന്നത്. തൈര് ഉപയോഗിച്ചപ്പോൾ എനിക്ക് പെട്ടെന്നാണ് ആ ഒരു ഗ്ലോ തിരിച്ച് കിട്ടിയത്. നല്ലപോലെ മിക്സ് ചെയ്തു. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ. നല്ലപോലെ നമ്മളെ മുഖത്തെ പാടുകളും പിഗ്മെൻറ്റേഷനും കുറയ്ക്കാൻ എല്ലാ തണുപ്പ് കാലത്തുമാണ് ഇവിടെ ഓറഞ്ച് കിട്ടുക. ആ സമയത്തൊക്കെ ഞാൻ ഓറഞ്ചിൻ്റെ തൊലി കഴിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലി നല്ലപോലെ നമ്മൾ കഴുകിയിട്ട് വേണം കേട്ടോ. കഴുകിയിട്ട് നമ്മൾ ഓറഞ്ച് പൊളിക്കുക. അതിന് ശേഷം നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി കളയാതെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കാൻ വെക്കുക. ഉണക്കിയതിന് ശേഷം നല്ലൊരു ടിന്നിലാക്കി വെക്കണം. നല്ലോണം ഉണങ്ങിയിരിക്കണം. നല്ലൊരു ടിന്നിലാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം, കൂടുതൽ പൊടിച്ച് വെക്കരുത്, പൂപ്പലടിച്ച് പോകുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഉണക്കി വെച്ച സാധനം ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചാൽ പൂപ്പലടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെയിലത്തിടണം. പിന്നെ എന്താ പറയുക, പൊടിച്ചിട്ട് നമ്മളൊരു ടിന്നിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നല്ലോണം ഉണക്കിയതിന് ശേഷം നല്ലപോലെ നൈസായി പൊടിച്ച് ഒരു ടിന്നിലാക്കി വയ്ക്കുക. നമുക്കൊരു ബോട്ടിൽ നിറച്ച് പൊടിച്ച് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് കുറേ കാലത്തേക്കാവും. ഇത് നമ്മുടെ മുഖത്തെ മാത്രമല്ല ശരീരം മൊത്തം നമ്മുടെ ടാൻ മാറ്റാനും ഒന്ന് വെളുക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഓറഞ്ച്. പിന്നെ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും നമുക്ക് ഇതുള്ളതാണ് നമ്മുടെ അരിപ്പൊടി. നമ്മൾ ഡെയിലി ദിവസം ഉപയോഗിക്കണം. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ലപോലെ സഹായിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറാനും എന്നും ഗ്ലോയോടുകൂടിയും തിളക്കത്തോടുകൂടി ഇരിക്കാനും നമ്മുടെ അരിപ്പൊടി സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിലേക്ക് തൈര് ചേരുമെങ്കിൽ തീർച്ചയായും തൈര് തന്നെ എടുക്കുക. അല്ലച്ച പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തൈര് ചേർന്നൊന്നും വരില്ല. അപ്പോൾ തൈര് ചേരാത്തവർ നിങ്ങളുടെ സ്കിന്നിന് ചേരണത് പോലെയുള്ളത് എടുത്ത് റോസ് വാട്ടറോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി മിക്സ് ചെയ്യുമ്പോൾ ഏതാ നിങ്ങൾക്ക് സൗകര്യച്ചാൽ അതിനനുസരിച്ച് എടുത്തിട്ട് മിക്സ് ചെയ്യുക. ഇത് തേക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കണം. രണ്ടും 1 സ്പൂൺ നമ്മൾ വെച്ച് എടുക്കണമെന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് നിറച്ചുണ്ടത് കഴുത്തിക്കും കൈക്കും ഒക്കെ നമുക്കിത് തേക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ടാണ് പോയി ചെയ്യുന്നത്. നമുക്ക് ശരീരം മൊത്തം തേച്ച് കുളിക്കാനുള്ളത് ഇപ്പോൾ ഓൾറെഡി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി ആകുമ്പോഴേക്കും ആ ഒരു ബൗൾ നിറഞ്ഞു. കാരണം തൈരും കൂടി ഉണ്ടല്ലോ. നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കഴുത്തിലും കൂടി ഒരു മസാജ് കൊടുക്കാം.
ഇനി നമുക്ക് കട്ടിക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ ഒരു മസാജ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആഴ്ചയിൽ 3 വട്ടം ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നമ്മൾ കെമിക്കൽ കലർന്ന ക്രീമുകളോ വൈറ്റനിങ് ക്രീമുകളോ അങ്ങനെയൊന്നും അല്ലല്ലോ. നമുക്ക് നാച്ചുറൽ ശരിക്കും നമ്മുടെ സ്കിന്നിനൊന്നും ഒരു പ്രോബ്ലം ഇല്ലാത്ത ഉണ്ടാക്കാത്ത സാധനമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ മുഖത്ത് മൊത്തം പാക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് കഴുത്തിലും കൂടി അതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ മുഖത്തിട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്കിത് കഴുകിയെടുക്കാം. ഞാനൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഫേസ് കഴുകിയിട്ട് വന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ മസാജ് കൊടുത്താലും പിന്നെ മസാജൊന്നും കൊടുക്കേണ്ടി വന്നില്ല. നല്ല അടിപൊളിയാണ്. ഇതുകൊണ്ടു നമുക്ക് കിട്ടണ ആ ഒരു ഗ്ലോയാണിത്. നിങ്ങൾക്ക് ആഴ്ചയിൽ 3 വട്ടം വെച്ച് ചെയ്തു പറഞ്ഞാൽ തന്നെ സ്കിന്നിലെ പാടുകളൊക്കെ പോയി നല്ലപോലെ മുഖം തിളക്കത്തോടുകൂടിയും ഗ്ലോയോടുകൂടി ഇരിക്കാൻ സഹായിക്കും കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.